Hello friends, I'm Shruti from Lollipops. We will see a kind of attire, wrap dress. Printed cotton, beautiful wrap dresses in our collection. This wrap dress is a flaunt kind of attire, wrap dress, especially midriff part, heavy. Midriff is basically South Indians fat deposition area. വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഒരു അറ്റയർ കൊണ്ടുവരുമ്പോൾ അതിന്റെ പെക്യുലാരിറ്റീസ് പറയണല്ലോ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാവർക്കും എ ലൈൻ നന്നായിട്ട് സ്യൂട്ട് ആകും അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ ഇത് നമുക്ക് എക്സ്ട്രാ ഒരു ഫ്ലാപ്പ് ആണ് നമ്മുടെ ഒരു സാധാരണ എ ലൈൻ ഡ്രസ് എങ്ങനെ വരുമോ ആ എ ലൈൻ ഡ്രസ്സിന്റെ പുറത്തേക്ക് ഒരു എക്സ്ട്രാ ഫ്ലാപ്പും കൂടെ വന്നിട്ട് ഇവിടെ ടൈ ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് മിഡ്രിഫ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹൈഡ് ആയി പോകുന്ന കൈൻഡ് ഓഫ് ഒരു അറ്റയർ ആണ് റാപ്പ് ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇത് ഡ്രസ് ആയിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ബോട്ടം വെച്ച് പെയർ ചെയ്ത് വേണേ കുർത്തിയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റൈൽ ചെയ്താൽ ഒരു ബ്യൂട്ടിഫുൾ കാഷ്വൽ ഔട്ട്ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റും പ്രൈസ് വന്നിരിക്കുന്നത് 949 ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ 4 ഷെയ്ഡ്സിലാണുള്ളത് റെഡി ടു ഡിസ്പാച്ച് ആണ് 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് ആവുന്നത് ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് പ്രൈസ് വരുന്നത് 949 അതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ നമുക്ക് റീഫണ്ടിൻ്റെ പലർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ് മനസ്സിലായി നമ്മൾ റീഫണ്ട് നമുക്ക് കൂടുതൽ വരുന്ന റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേക്കാണ് എമൗണ്ട് പറയുന്നത് ഞാൻ പല പ്രാവശ്യം ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടി പറയുന്നത് സ്ക്രോൾ ചെയ്യാതെ പോകാതെ മാക്സിമം കാണാൻ വേണ്ടി ട്രൈ ചെയ്യണം ബിക്കോസ് ഇത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമുക്ക് ബേസിക്കലി 2 പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആണുള്ളത് പേടിഎമ്മും റേസർ പേയും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പേടിഎമ്മിലേക്കോ റേസർ പേയിലോ ലോലിപോപ്സിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ഉണ്ട് അതിലേക്കാണ് പോകുന്നത് എന്നിട്ട് പേടിഎംകാർ അല്ലെങ്കിൽ റേസർ പേക്കാരാണ് ഞങ്ങൾക്ക് നമ്മൾ പറയുന്ന ഡേയ്സിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുന്നത് ഓക്കെ അത് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ മേടിക്കുമ്പോൾ നമുക്കല്ല വരുന്നത് നൗ ദ തിങ് ഈസ് നമ്മളിപ്പോൾ നമ്മുടെ പേ ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ആയിരിക്കും ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേനും എൻ്റെ ബാങ്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ ക്യാഷ് ഡെബിറ്റ് ആയി എന്നുള്ള മെസ്സേജ് എനിക്ക് വരും പക്ഷേ ആ ഒരു കൺഫർമേഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് സെർവറിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഗേറ്റ്വേയുടെ ഇഷ്യൂ ആയിരിക്കാം ചിലപ്പോൾ ചില സമയത്ത് ഡിലേസ് ഉണ്ടാവും അപ്പോൾ ഡിലേ ഉണ്ടാവുമ്പം അവിടെ കൺഫർമേഷൻ വരില്ല ഈ കൺഫർമേഷൻ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റ് ബാക്ക് എൻഡിൽ ചെല്ലുമ്പോഴാണ് പ്രോഡക്റ്റ് കൺഫേം ആകുന്നത് അപ്പോൾ ചില കേസസിൽ ഇതിന് ഡിലേ വരുന്ന എന്താണ് സിറ്റുവേഷൻസിലാണ് നിങ്ങൾക്ക് ചില സമയത്ത് ഓർഡർ ഐ ഡി കിട്ടാത്തത് ചില സമയത്ത് കൺഫേംഡ് ആണെങ്കിൽ ഓർഡർ ഐ ഡി കിട്ടാത്ത നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാവും കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പോയി വെബ്സൈറ്റ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി പക്ഷേ സംഭവം അൺപെയ്ഡ് എന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് കാണിക്കുന്നു ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ് അപ്പോൾ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേക്കാർ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഞങ്ങൾക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഓർഡർ അഡ്മിൻ ഓർഡർ ആയിട്ട് പോകും അതല്ലാന്നുണ്ടെങ്കിൽ എമൗണ്ട് റീഫണ്ട് ചെയ്യും അതാണ് പ്രോസസ്സ് വരുന്നത് ഇനി റീഫണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരാളിരുന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കല്ല ചെയ്യുന്നത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുവാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് എങ്ങനെയാണോ നിങ്ങളുടെ എമൗണ്ട് വന്നത് അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അതിന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ട് ഐ ഡി എല്ലാം തരും അതല്ലാതെ നമ്മൾ ഇവിടുന്ന് റീഫണ്ട് ഡയറക്റ്റ് അല്ല അപ്പം മിക്കവരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഗൂഗിൾ പേയിൽ പോയി നോക്കും ഈ എമൗണ്ട് വന്നിട്ടുണ്ടോ അങ്ങനെയല്ല അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഇതൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണ് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് നമുക്ക് വേഗം കളേഴ്സ് നോക്കാം നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രേഷ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ചേർന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് അതിനകത്ത് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഓക്കെ പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 949 റെഡി ടു ഡിസ്പാച്ച് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ഇൻഡിഗോ ഷെയ്ഡാണ് അതിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 949 റെഡി ടു ഡിസ്പാച്ച് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിനകത്ത് കാന്ത ഉള്ളൊരു പാറ്റേൺ ആണ് ഇത് മാത്രമേ ഉള്ളൂ കാന്ത വരുന്നത് ബാക്കിയുള്ളതിനൊന്നും കാന്ത ഇല്ലതേ ഇതിനകത്ത് കാന്ത സ്റ്റിച്ചസ് വന്നിട്ടുള്ളതാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 949 ആണ് റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്റ്റ് ആണ് 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രൊഡക്ട്സ് ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നത് 7 വർക്കിംഗ് ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നതാണ് പറയുന്നത് കേട്ടോ കൃത്യമായിട്ട് അവിടെ ചിലപ്പോൾ നമ്മൾ 7 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ചിലപ്പോൾ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് ചിലപ്പോൾ 2 വർക്കിംഗ് ഡേയ്സ് ചിലപ്പോൾ 3 വർക്കിംഗ് ഡേയ്സ് അങ്ങനെ എന്നാലും ഒരു മാക്സിമം 7 വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറയുന്നതാണ് ബിക്കോസ് എന്തെങ്കിലും ഒരു ഇത് പിന്നെ ഓരോരുത്തരുടെ പിൻകോഡ് അനുസരിച്ച് നമ്മൾ എല്ലാം ബേസ്ഡ് ഔട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ബാംഗ്ലൂരാണ് അപ്പോൾ ഇവിടുന്ന് അയക്കുന്നതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ പിൻകോഡ് സെറ്റ് ആയിരിക്കും ഇതവിടെ ഡിസ്പാച്ച് ആവുക ഓക്കെ ഡെലിവർ ആവുക താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ